ഇപ്പോൾ ഈ ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് മടങ്ങി വന്ന ചില വിദ്യാർത്ഥികൾ തിരികെ എത്തിയിട്ടുണ്ട്, ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്, കശ്മീരിൽ നിന്നും ശ്രീനഗറിൽ നിന്നുമൊക്കെ. അനൂപ് ദാസ് അവർക്കൊപ്പമുണ്ട്. അനൂപ്, നാടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് അവർ മടങ്ങുകയാണ്, എന്താണ് അവർക്ക് പറയാനുള്ളത്? ആര്യ, ജമ്മുവിൽ നിന്നും പഞ്ചാബിൽ നിന്നും മടങ്ങിയെത്തിയ വിദ്യാർത്ഥികളാണ് നമുക്കൊപ്പം ഇവിടെ കേരള ഹൗസിലുള്ളത്. അവരോട് നമ്മൾ സംസാരിക്കാൻ പോകുന്നു. അമ്മ ജമ്മു നിന്നാണ്, ഒരു അമ്മ കൂടിയുണ്ട്. അമ്മ ജമ്മു നിന്നാണോ? നാട്ടിലെവിടെയാ? നാട്ടില് ആലപ്പുഴ. ജമ്മു എവിടെയായിരുന്നു? നമ്മുടെ അതിർത്തിനോട് ചേർന്ന സ്ഥലത്താണോ അല്ലെങ്കിൽ? അത് ചേർന്ന സ്ഥലത്താണ്. വീഴുന്നതെല്ലാം ഞങ്ങൾ കണ്ടു. ആണോ? പേടിച്ച്. അപ്പോൾ മകനുണ്ടായിരുന്നു, ഡ്യൂട്ടിക്ക് പോയില്ലായിരുന്നു. അന്നേരമാണ് ഞങ്ങള് വീട്ടിൻ്റെ അകത്ത് എല്ലാം പൂട്ടി, ലൈറ്റെല്ലാം കെടുത്തി വേഗം വരികയായിരുന്നു. വേഗം വരികയായിരുന്നു. നാട്ടിലേക്ക് ഇപ്പം ഇവിടുന്ന് ട്രെയിന് 9 മണിയാണ്. ഇന്ന് രാത്രി 9 മണിക്ക്. ഓ ശരി ശരി ശരി. നിങ്ങളൊക്കെ എവിടുന്നാ? ഞങ്ങള് ജലന്ധർ. ജലന്ധറിനാണല്ലേ? ജലന്ധർ. അവിടെ എന്താ അവസ്ഥ? അവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെയാണ് ഒഫീഷ്യലായിട്ട് ഡിക്ലറേഷൻ കിട്ടി കോളേജിൻ്റെ ഭാഗത്തു നിന്ന്. 2 ദിവസമായിട്ട് അമൃത്സറിലൊക്കെ എന്തോ ഇഷ്യൂ നടക്കുന്നത്. അപ്പോൾ അതാണ് തുടക്കം നമ്മുടെ അറിവിൽ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിസൈൽസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ശബ്ദം വല്ലതും കേട്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും കേട്ടില്ല. പിന്നെ അല്ലാതെ ഈ വീഡിയോസ് കുറേ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റൽസിൻ്റെ മണ്ടയ്ക്ക് കൂടെ മിസൈൽസ് പോകുന്നോ അതോ ഡ്രോൺസ് പോകുന്നോ ക്ലിയർ ആയിട്ട് അറിയത്തില്ല. പിന്നെ അല്ലാതെ നമ്മുടെ ഫോഴ്സ് ഷോട്ട് ഡൗൺ ചെയ്തെന്ന് പറഞ്ഞു കുറേ സ്ഥലത്ത്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ സാഹചര്യത്തിൽ പോകുന്നതാണല്ലേ? ആ സ്ഥലങ്ങളിൽ നമ്മുടെ സ്ഥലം പെടുന്നുണ്ട്. അപ്പോൾ ഷോട്ട് ഡൗൺ ചെയ്തുകൊണ്ടൊന്നും പറ്റിയിട്ടില്ല. പിന്നെ സാഹചര്യം ഇപ്പം എല്ലാവരും പാനിക്കായിട്ട് ഓടുവാണ്. എന്തായാലും ഇവിടെ ഏതാണ്ട് 50ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്, കേരള ഹൗസിലുണ്ട്. അതിലധികം ആളുകൾ ഡൽഹിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കുറച്ചുകൂടി ആളുകളുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. എന്താ നമ്മളെ പേര്? ജിവൽ. നിങ്ങളൊക്കെ ജമ്മു എന്നല്ലേ? അതെ അതെ. അവിടെ എന്താ സ്ഥിതി? അവിടെ ഇപ്പോൾ കറന്റ് നമ്മൾക്ക് ഇന്നലെയും അറ്റാക്ക് ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. ഞങ്ങൾ ഇന്നലെ തന്നെ തിരിച്ചു പോന്നു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ അവിടെ ബോംബിങ് നടന്നു എന്നുള്ള രീതിയിലാണ് പറയാൻ കേട്ടത്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല? ഇല്ല, അവിടെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഷിഫ്റ്റ് ചെയ്തതാണ്. ഓക്കെ ഓക്കെ. ഇവരൊക്കെ ജമ്മുവിൽ നിന്ന് വന്ന ആളുകളാണ്. പഞ്ചാബിൽ നിന്ന് വന്ന കുട്ടികൾ കൂടി ഇവിടെ ഉണ്ട്. പേരെന്താ? പൃഥ്വിൻ. നാട്ടിലെവിടെയാ? കണ്ണൂര്. എന്താ പഞ്ചാബിൽ എന്തായിരുന്നു സ്ഥിതി? അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടല്ലോ? എവിടെയായിരുന്നു താമസം? നമ്മൾ ജലന്ധർ തന്നെ. നമ്മുടെ കോളേജ് LP ആണ്. LP ആണ് നമ്മുടെ കോളേജിൻ്റെ പേര്. സോ ഇവിടെ നമ്മൾ ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ന്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ സെക്യൂരിറ്റി ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഡ്രോൺസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി. നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെ അങ്ങോട്ടേക്ക് വന്ന്? ബൈ ക്യാബ്. നിങ്ങൾ തന്നെ? നമ്മൾ തന്നെ പൈസ കൊടുത്ത് അറേഞ്ച് ചെയ്തത്. നേരിട്ട് ഇവിടെ കേരള ഹൗസിൽ വന്നപ്പോൾ ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഇത് നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നു. നമുക്കിതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ക്യാമറമാൻ സ്റ്റീഫൻ കാണിക്കുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ അധികം വൈകാതെ കേരളത്തിലേക്ക് തീവണ്ടിയിലും വിമാനത്തിലും ഒക്കെ ആയിട്ട് മടങ്ങും. കൂടുതൽ പേർ പഞ്ചാബിൽ നിന്നും ഒപ്പം തന്നെ രാജസ്ഥാനിൽ നിന്നും അതിൻ്റെ കൂടെ ജമ്മു കാശ്മീരിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം കേരളത്തിലേക്ക് മടങ്ങും സുരക്ഷിതമായി. ഇപ്പോൾ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പരമാവധി പ്രകോപനം ഉണ്ടായിരിക്കുന്നു. ഫത്തേ മിസൈലുകൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചിരിക്കുകയാണ്. ഈ ടെൻഷൻ ഒഴിവാക്കാൻ അന്താരാഷ്ട്ര സമൂഹം എങ്ങനെ ഇടപെടും എന്നുള്ളതും വളരെ നിർണായകമാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറിനെ വിളിച്ചിരിക്കുന്നു. പാകിസ്ഥാനിൽ സൈന്യമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രധാനം. ഇപ്പോൾ ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ അതല്ലെങ്കിൽ അമേരിക്കൻ ഭരണാധികാരി ഇന്ത്യയെ വിളിക്കുകയാണെങ്കിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെയോ അതല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ തന്നെ വിളിക്കാം. പക്ഷേ ഇവിടെ പാകിസ്ഥാനെ സംബന്ധിച്ച് സൈനിക മേധാവി അസീം മുനീറിനെ ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഫോണിൽ വിളിച്ചിരിക്കുന്നു. ഞങ്ങൾ ചർച്ചകൾ ഇനീഷ്യേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ അമേരിക്ക ഇടപെടുന്നുണ്ട്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ വിളിച്ചിരിക്കുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. പാകിസ്ഥാൻ ഈ ആണവ
ഭീഷണി കൂടി ഉയർത്തുകയാണ്. NCS യോഗമടക്കം ഷഹബാസ് ഷെരീഫ് വിളിച്ചുകൂട്ടുകയും ആണവായുധ ഭീഷണി ലോകത്തിന് മുമ്പിൽ വെക്കുകയും ചെയ്യുകയാണ്. പാകിസ്ഥാൻ നേരത്തെ തന്നെ ആണവായുധ ഭീഷണി മുഴക്കിയിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ കനത്ത പ്രതിരോധത്തെയും ആക്രമണത്തെയും നേരിടാൻ കഴിയാതെ പാകിസ്ഥാൻ ആണവയുദ്ധ ഭീഷണി അടക്കം മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് G7 രാജ്യങ്ങളും 2 രാജ്യങ്ങളോടും ഡീഎസ്കലേഷന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹവും ഇടപെടുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കനത്ത പ്രകോപനം ഇന്ന് രാവിലെ ഉണ്ടായി. ഇന്ത്യ അതിന് തക്കതായ മറുപടിയും നൽകി.